ഉറങ്ങാണ്. അല്ലല്ല പിന്നെ ഇത് നിദ്രാസനാണ്. നിദ്രാസനം, കൂർക്കം വലിയാസനം അങ്ങനെ കേൾക്കാം നിന്റെ കൂർക്കം വലി. അയ്യോ, വലിയൊരു യോഗാഭ്യാസം വന്നേക്കുന്നു. ഇതാണ് അവിടെ കുഴപ്പം. ഞാൻ പറയുന്ന എല്ലാത്തിലും അമ്മ കുറ്റം കണ്ടുപിടിക്കും. ഞാൻ കുറ്റം കണ്ടുപിടിച്ചാ കുഴപ്പം? അല്ലാതെ നീ ഇവിടെ കിടന്ന് കൂർക്കം വലിച്ചതല്ലല്ലേ കുഴപ്പം? അയ്യടാ, ആദ്യം പോയിട്ട് നീ കുളിച്ച് പല്ലൊക്കെ തേച്ച് വേർപ്പൊക്കെ കളഞ്ഞേച്ച് അടുക്കളയോട്ട് വാ. അപ്പൊ ചായയും കാപ്പിയൊക്കെ തരാം. പസിക്കത് ആദ്യം സാപ്പിടണമെങ്കിലേ പോയി കുളിക്കണം, എന്നിട്ട് ഷോപ്പോടും. ചെല്. അവരുണ്ടോ? എണീറ്റോ? എണീറ്റില്ല, നീ ചെന്ന് വിളിച്ചേ. ചെല്. ഓടാ കുത്തം കേട്ടതേ. പിള്ളേർ എണീറ്റില്ലേടാ? അവര് ബ്രഷ് ചെയ്യുന്ന. നിനക്കൊന്നും പഠിക്കണ്ടേ? ഇത് സൺഡേ അല്ല അമ്മ. ഓ സൺഡേ, നിനക്ക് എല്ലാ ദിവസവും സൺഡേ അല്ലേ? എന്തൊരു നല്ല ചായ. അമ്മ വല്ല എക്സ്ട്രാ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ ഈ ചായൻ്റെ ഉള്ളില്? എന്ത് എന്ത് നമ്പർ ഇറക്കാതെ ചായ വേഗം കുടിക്കിറക്കാം. ഒരു നമ്പര്. അമ്മേ, എണീറ്റോ അവിടുത്തെ തമ്പുരാട്ടിമാര്? അച്ചോ, എന്റെ പൊന്നെ എണീച്ചോ വന്നി. എന്റെ മക്കൾക്ക് പാല് വേണോ ചായ വേണോ? ചായയും പാപ്പ വേണോ? അച്ചോ, ഇപ്പൊ മക്കളെ ചായ കുടിക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ പോപ്പ ഉണ്ടാക്കി തരാട്ടാ. ചായ എടുത്തു കൊടുത്തടി കൊച്ചിന്. ഇന്നെന്താ കുളിച്ചല്ലേടി? ഈ പറയുന്ന പുണ്യാളെ കുളിച്ചായിരുന്നു. ഞാൻ രാവിലെ എണീച്ച് കുളിച്ചു. ഞാൻ നിന്നെ പോലെ അല്ല. നല്ലത്. എന്തായിരുന്നു കഴിക്കാൻ? ഇന്ന് നമുക്കിവിടെ കഴിക്കാൻ വെറൈറ്റി ആയി. അതെ അതെ, വെറൈറ്റി ആയിട്ട്. നീ ഇവിടെ ഇന്ന് ഇരുന്ന് തള്ളുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇന്നിവിടെ പുട്ടായിരിക്കും. അയ്യേ, എന്നാ എനിക്ക് പുട്ട് വേണ്ട. എനിക്ക് പുട്ട് മതി. പുട്ട് വേണ്ട. നല്ല വെറൈറ്റി ആയിട്ടുള്ള പുട്ടാണ് മക്കളെ. വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് തരാൻ 3 പയറ് അല്ലെങ്കിൽ പപ്പടം, അല്ലെങ്കിൽ കൂടിപ്പോയതേ അവിടെ ഇരിക്കുന്ന പഴം. അത്ര തന്നെ അല്ലേ? നീ വാടാ ഇങ്ങോട്ട്. വല്ലാതെയാണ് പുട്ടും കഴിച്ചത്. എന്തൊരു പുച്ഛാടാ നിനക്കൊക്കെ എന്റെ ഫുഡിന്. അവര് പോയി, ഇനി എന്തു ചെയ്യാനാ? അവരെത്ര പോയാലും അമ്മമാർക്ക് അറിയാലോ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ. നമുക്കൊരു കിടിലൻ ഐറ്റം ഉണ്ടാക്കാം. എന്താന്ന് ഇതൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും സെറ്റ്. നിന്റെ ചേച്ചിയും ചേട്ടനും പുട്ട് കഴിക്കാൻ വരുമല്ലോ, നമുക്കൊന്ന് അറിയണം. നമുക്ക് ഫില്ല് ചെയ്യാം. ഇതുണ്ടാക്കി തുടങ്ങുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നിന്റെ ചേച്ചിയും ചേട്ടനും ഇവിടെ പറന്നെത്തും. അവർക്ക് പുട്ട് വേണ്ടെന്ന് നമുക്ക് നോക്കാട്ടോ. ഇതിൻ്റെ നടുക്കൂടെ നമ്മൾ കുറച്ച് ബീഫ് ഇങ്ങനെ ഇടും. ആഹാ, എന്നിട്ടിത്
എന്ത് വരുമ്പോഴത്തേക്കും എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം. ഇനി കുറച്ച് തേങ്ങയും കൂടെ ഇട്ടാ ബീഫ് പുട്ട് റെഡി. നമുക്ക് വെക്കാം. ഓക്കേ. അമ്മ ഇതെപ്പാവും? ദാ ദേ ദീ എന്ന് പറയുമ്പോ ഒന്ന് പറഞ്ഞു വെക്ക്. ദാ ദേ ദീ. ആഹാ. നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങൾക്ക് പുട്ട് വേണ്ടാന്ന്, പിന്നെ എന്താ രണ്ടുപേരും കൂടി ഇവിടെ വന്നിരിക്കുന്നത്? ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതിന് നിനക്കെന്താ കുഴപ്പം അല്ലടാ? അവരവിടെ ഇരുന്നോട്ടെ മോനെ. മക്കള് ഇറച്ചി പുട്ട് കഴിക്ക്. അല്ല, നിങ്ങൾക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഞാൻ ഓർഡർ ചെയ്യട്ടെ? അല്ല, നിങ്ങൾക്ക് ഇറച്ചിപ്പുട്ട് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇത്ര നല്ല സാധനം ഉണ്ടായിട്ടാണോ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്? എന്തിനാ വെറുതെ പൈസ കളയുന്നത്? ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. എന്തൊരു ജാടയായിരുന്നു രണ്ടുപേരും. ആഹാരത്തിന് മുന്നിൽ നിന്നിക്കരുതെന്ന് അമ്മ എന്നെ പറഞ്ഞിട്ടില്ലേ? അയ്യ, അമ്മ പറയുന്നൊക്കെ കറക്റ്റായിട്ട് കേൾക്കുന്ന രണ്ട് മക്കളാണല്ലോ ഇത്. എന്നാലും ടേസ്റ്റാ. ഇറച്ചിപ്പുട്ടാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ സഹായിക്കാൻ കൂടില്ലായിരുന്നു. കൂടാത്തത് നല്ലത്. അതുകൊണ്ട് ഇത് വായില് വയ്ക്കെങ്കിലും പിന്നെ ശരിയോ? അമ്മയുടെ കുക്ക് ഭയങ്കര കഴിക്കല്ലേ നിർബന്ധം. അല്ല, അമ്മ എന്താ കഴിക്കാതെ നോക്കിയിരിക്കുന്നേ? നിങ്ങളിങ്ങനെ കഴിക്കുന്ന കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ശരിക്കും അങ്ങനെ? എങ്കിൽ അമ്മയുടെ കൂടെ ഞാൻ എടുക്കുകയാണേ. വേണ്ട. ആണോ? എന്നാ ഞാൻ എന്നെ പറഞ്ഞിട്ട് പോടാ അവിടെ. അത്ര കഴിക്കുമോ നീന്? ആകെപ്പാടെ പുട്ടിന്റെ അത്രേ ഉള്ളൂ. അമ്മേ സൂപ്പർ, ഒരു രക്ഷയില്ല. താങ്ക് യു. എനിക്ക് എന്റെ സൂപ്പർ ആണോ?